ഇതുവരെയുള്ള കളിയൊന്നും ഇനി ഇവിടെ പറ്റില്ല. നാളെ തമ്പുരാന്റെ കെട്ടിലമ്മയാണുള്ള കുട്ടിയാണേ. അഹങ്കാരികൾ, പ്രായമറിയാതെ മതിച്ചു നടക്കുന്നു. കൃഷ്ണ, പോടാ നിന്റെ വീട്ടില്. മേല ഞാൻ പറയാതെ ഇവിടെ വന്നു പോകരുത്. എന്താടി നോക്കി നിൽക്കുന്നത്? കയറി വാടി. ഇനി വാടി, വാ, കേറി വാ. ഇരുട്ടുന്ന വെളുക്കുന്നൊന്നും അറിയാൻ പാടില്ലോടി. നീ പറഞ്ഞതൊക്കെ ശരി, അതെല്ലാം കഴിഞ്ഞ കഥ. അതങ്ങ് മറന്നേക്കൂ. നീയും സന്തോഷിക്കേണ്ടതാണ്. ഇതിൽ കൂടുതലൊരു ഭാഗ്യം ഇനി അവൾക്ക് വരാനുണ്ട്. നിനക്ക് അവളോടും ഈ കുടുംബത്തോടും സ്നേഹമുണ്ടെങ്കിൽ ഇതിന് തടസ്സമുണ്ടാക്കരുത്. നിന്റെ അമ്മാവനാണ് ഈ പറയുന്നത്. നീ മേലിൽ അവളെ കാണരുത്. കുമാർ, 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 എണീറ്റ് വരൂ. കുമാർ, നമുക്കിപ്പോ സ്ഥലം വിടണം. എവിടേക്ക്? ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും. നമുക്ക് കൂലിവേല ചെയ്തായാലും ജീവിക്കാം. പോകാൻ പണം? ഞാൻ എന്റെ ആഭരണങ്ങൾ എടുത്തിട്ടുണ്ട്. മടിച്ചു നിൽക്കാതെ വരൂ, പോ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ തമ്പുരാന്റെ ആൾക്കാരും പോലീസുകാരും ഞങ്ങളെ പിടികൂടി. അവർ എന്നെ വിട്ടയച്ചു. എന്റെ കുമാരനെ അവർ കസ്റ്റഡിയിലെടുത്തു. കൃഷ്ണകുമാറിനോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ നീ തമ്പുരാനുമായുള്ള വിവാഹത്തിന് സമ്മതിക്കണം. എടി പെണ്ണേ, ഈ കല്യാണം ഒന്ന് നടന്നു കഴിഞ്ഞാൽ നിന്റെ അച്ഛന്റെ എന്റെ സ്ഥിതി എന്താ? നാട്ടുകാരുടെ മുൻപ് ഞങ്ങൾ ആരാ? സമ്മതിക്കും മോളെ, സമ്മതിക്കും. നിന്റെ കുമാരന്റെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. എനിക്ക് വേറെ ആരുമില്ല. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കോവിലകത്ത് പോയി പറയട്ടെ? ഏത് നരകത്തിൽ വേണമെങ്കിലും പോയി പറയാം. പക്ഷെ ഒരു കാര്യം, ഞാൻ കല്യാണത്തിനായി ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങണമെങ്കിൽ എന്റെ കുമാരനെ എന്റെ മുമ്പിൽ കാണണം. എന്നാ നമുക്ക് പുറപ്പെടാം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ആശയന്തയിത്തേ മൗലേ വിട്ടികൾ. ഭർത്താവും ഭാര്യയും പ്രഥമ രാത്രിയിൽ കിടക്കമുറിയിലേക്ക് വരുമ്പോ കഥ കളിക്കണമെന്നുള്ള കാര്യവും മറന്നു. രസികത്തി ഒളിച്ചോളി അല്ലേ? സാരമില്ല, പെൺകുട്ടികളിൽ മിക്കവേരും ഒളിച്ച് അല്പം ഓടിയവരായിരിക്കും. നോം ക്ഷമിച്ചിരിക്കുന്നു. ഇല്ല തിരുമേനി, ക്ഷമിക്കണം. ഇന്ന് എനിക്ക് പാടാൻ പറ്റില്ല. പാടുപെടാൻ പറ്റുമോ? പാടുപെടുക എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? പ്രഥമ രാത്രി ആരെങ്കിലും പാട്ട് പാടി സമയം കളയുമോ? ഞാനൊരു പമ്പര വിട്ടി. ഈ ചോദ്യം ഞാൻ ചോദിക്കില്ല. ആട്ടെ, എന്റെ പാളവം കാണണമെന്നുണ്ടോ?
തമ്പുരാട്ടി തമ്പുരാട്ടി കൃഷ്ണകുമാർ കിഴക്കെ പറമ്പിലെ മാവിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. എന്റെ ജീവിതം നശിപ്പിച്ചതിനും എന്റെ കുമാരന്റെ മരണത്തിനും പകരം വീട്ടുമെന്ന് ഞാൻ ഉറച്ചു. തമ്പുരാന്റെ സ്വത്തുക്കൾ ഒന്നൊന്നായി എന്റെ പേരിലാക്കി, ഇല്ലാത്ത ഭ്രാന്തിന്റെ പേരിൽ. തമ്പുരാനെ ഒരു തടവുകാരനാക്കിയപ്പോൾ എന്റെ മനസ്സ് ക്രൂരമായ ഒരാനന്ദം അനുഭവിച്ചു. വാസ്തവത്തിൽ എനിക്കാണ് ഭ്രാന്ത്. പകയും നൈരാശ്യങ്ങളും ഏകാന്തതയും എന്നെ ഒരു ഭ്രാന്തിയാക്കി മാറ്റി. ഗോപനോടുള്ള എന്റെ പെരുമാറ്റം പോലും അതിന്റെ തെളിവാണ്. സമനിലയുള്ളപ്പോൾ എനിക്ക് തന്നെ അത് ബോധമുണ്ട്. പക്ഷേ എപ്പോഴാണ് സമനില തെറ്റുന്നതെന്ന് എനിക്കറിയില്ല. കുമാർ, എന്റെ കുമാരനെ ആ ദ്രോഹികൾ നശിപ്പിച്ചു. അന്നു മുതൽ ഞാൻ തമ്പുരാട്ടിയായി. ഞാൻ ഭരിച്ചു തുടങ്ങി. എന്റെ ഭർത്താവിനെ പോലും ഭരിക്കുന്നത് ഞാനാണിന്ന്. ഭ്രാന്തനായ ആ മനുഷ്യൻ ബംഗ്ലാവിലെ മുകളിലത്തെ ഒരു മുറിയിൽ കഴിയുന്നുണ്ട്. അസ്തമനമായി. ഉദയമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ, പോകാൻ ധൃതിയായോ? പോകാം. എന്തിനാ ഉറുപ്പേ എന്നെ ഈ കൊല്ലാക്കൊല ചെയ്യുന്നത്? എനിക്ക് യാതൊരു അസുഖമില്ല. എന്നിപ്പോ തിരുമേനി പറഞ്ഞാ മതിയോ? ഭാര്യ പറയുന്നു ഭർത്താവിന് എന്തോ കുറവുണ്ടെന്ന്. അതായത് ബുദ്ധിക്ക് മന്ദതയുണ്ടെന്ന് മറ്റുള്ളവർ വിശ്വസിക്കുന്നു. അതിപ്പോ എങ്ങനെയാ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത്? ഒരു വഴിയുമില്ല.